സ്റ്റോറി 2 റിലീസിനുള്ള സ്റ്റേ തുടരും. സെൻസർ ബോർഡിനെ വിമർശിച്ച് ഹൈക്കോടതി. വിവാദ ചലച്ചിത്രം കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന ചലച്ചിത്രത്തിന്റെ റിലീസിനുള്ള സ്റ്റേ നീട്ടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയ സെൻസർ ബോർഡ് നടപടിയിൽ പ്രഥമദൃഷ്ട്യാ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. റിലീസ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് സർട്ടിഫിക്കറ്റ് നൽകിയ നടപടി പുനഃപരിശോധിക്കാൻ സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകി. ഫെബ്രുവരി 27 നിശ്ചയിച്ചിരുന്ന റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി ശ്രീദേവ് നമ്പൂതിരി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളിലാണ് കോടതിയുടെ ഇടപെടൽ. കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നതാണ് സിനിമയുടെ ഉള്ളടക്കമെന്നും ഇത് സമുദായ സൗഹാർദ്ദത്തെ ബാധിക്കുമെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സിനിമ കോടതിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ നിർമ്മാതാക്കൾ വിമുഖത കാട്ടിയതിനെ ബെഞ്ച് വിമർശിച്ചു. കേരളം സമുദായ സൗഹാർദ്ദത്തിന് പേരുകേട്ട സംസ്ഥാനമാണെന്നും സിനിമയുടെ ടീസറിലെ ദൃശ്യങ്ങൾ സംസ്ഥാനത്തെക്കുറിച്ച് തെറ്റായ ധാരണ പടർത്താൻ സാധ്യതയുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യം ഭരണഘടനാപരമായ അവകാശമാണെങ്കിലും ക്രമസമാധാനത്തെയോ സാമൂഹിക ഐക്യത്തെയോ തകർക്കുന്ന രീതിയിലുള്ള ഉള്ളടക്കങ്ങൾ ഇതിന്റെ പരിധിയിൽ വരില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹർജിക്കാരുടെ പരാതി പരിഗണിച്ച് 2 ആഴ്ചയ്ക്കകം യുക്തമായ തീരുമാനമെടുക്കാൻ സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെൻസർ ബോർഡിന്റെ പുതിയ തീരുമാനം വരുന്നതുവരെ ചിത്രത്തിന് പ്രദർശനം പാടില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്ന സാഹചര്യത്തിൽ കോടതിയുടെ ഈ ഇടപെടൽ അതീവ പ്രാധാന്യത്തോടെയാണ് നിയമവൃത്തങ്ങൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.